അക്കാഡമിക് കംബാക്ക് നടത്താൻ നോക്കും പല ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു 10-15 സപ്ലി ഉള്ള ആൾക്കാരൊക്കെ. അപ്പം നമ്മളൊരു സുഹൃത്ത് നമ്മളൊരു കൂട്ടുകാരുണ്ട്, ഇവൻ എന്ന് പറഞ്ഞാൽ ഇവനക്കൊരു 15 സപ്ലി കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവന് ടീച്ചർമാരോടൊക്കെ വെല്ലുവിളിച്ചിരിക്കുക, ഈ 15 സപ്ലി ഒരു ഒറ്റ സെമ്മിൽ എഴുതി തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്ത് പൈസക്ക് എറിഞ്ഞ് എല്ലാ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്ത്. അതേപോലെ തന്നെ അക്കാഡമിക്സ് ഇപ്പോഴത്തെ ഈ ഒരു സെമ്മിലത്തെ വിഷയം കൂടാതെ 15 സബ്ജക്റ്റും എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് എഴുതി തീർക്കാനുള്ള പ്ലാനാണ്. ഈ പറഞ്ഞ കൂട്ടനെ കഴിഞ്ഞ ദിവസം കണ്ടൊരു സപ്ലൈ എഴുതിയിട്ട് എടാ പോയടാ അപ്പോൾ അതാണ് അവസ്ഥ. എല്ലാവരും ഇങ്ങനെ അക്കാഡമിക് കംബാക്ക്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം കറക്റ്റാണ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ 15 സപ്ലി ഒറ്റയടി ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ട്. നേരെ മറിച്ച് ആ പഠിച്ച് അത് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ഡോപ്പമൈൻ ഇല്ല. റിവാർഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ റിവാർഡിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കിട്ടൂല. ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ സപ്ലിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇത് ത്വരയും കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു 2-3 സപ്ലിക്കാണെങ്കിൽ നമുക്ക് അക്കാഡമിക് കംബാക്ക് നടത്താൻ കഴിയും. പക്ഷെ നേരെ മറിച്ച് 10-15 സപ്ലിയുള്ള ആളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ മോട്ടിവേഷൻ പോരാ. ബട്ട് സ്റ്റിൽ അത് വിചാരിച്ചാൽ ചെയ്തെടുക്കാവുന്ന ആൾക്കാരുണ്ട്, ചെയ്തെടുത്ത ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ലാസ്റ്റൊക്കെ ഈ നമ്മളെ കുറേ സീനിയേഴ്സൊക്കെ ഉണ്ട്, ഇവർ ഈ ലാസ്റ്റ് ഈ എല്ലാവരും പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ എഴുതിയെടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു സീരിയസ്നെസ് വരിക, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് സെമ്മിനോട് അടുക്കുന്ന സമയത്ത്. അത്രയും കാലം വരെ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു കിട്ടണമെന്നില്ല. പക്ഷെ ലാസ്റ്റ് സെമ്മിൽ അപ്പോൾ ഒരു കുഴപ്പമൊന്നുമല്ല. അപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, ബിടെക്കിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ പോയിട്ടുണ്ടാവും.